നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കര മേൽപ്പാലത്തിന് താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പറപ്പുകര സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 12ാമത് ഞാറ്റുവേല കാർഷിക മഹോത്സവം ജൂലൈ 17-18 തീയതികളിൽ നെല്ലായി സെന്ററിലെ സംഘം ഓഫീസിനു സമീപം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാലയിൽ വായനപക്ഷാചരണം സമാപനവും IV ദാസ് അനുസ്മരണവും SSLC+2 പരീക്ഷകളിൽ വിജയികൾക്കും കലാകായിക പ്രതിഭകൾക്കുമുള്ള അവാർഡ് വിതരണവും നടത്തി. കലേറ്റുംകരയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. അങ്കണവാടികളിൽ ഭക്ഷ്യ കമ്മീഷന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പാലിയേക്കര മേൽപ്പാലത്തിനു താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന് സംശയം. തലവണിക്കര സ്വദേശി പണ്ടാരപ്പറമ്പിൽ വീട്ടിൽ 70 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടത്. തലയിൽ അടിയേറ്റ് രക്തം വാർന്ന നിലയിലാണ്. സമീപത്ത് കിടന്നിരുന്ന കരിങ്കല്ലിൽ രക്തക്കറ കണ്ടെത്തിയിരുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഒരു ബാഗ് കണ്ടെത്തിയിട്ടുണ്ട്. പാലിയേക്കര പ്രദേശത്തുള്ള വീടുകളിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന ആളാണ് ചന്ദ്രനെന്ന് പോലീസ് പറഞ്ഞു. പറപ്പുകര സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 12ാമത് ഞാറ്റുവേല കാർഷിക മഹോത്സവം ജൂലൈ 17-18 തീയതികളിൽ നെല്ലായി സെന്ററിലെ സംഘം ഓഫീസിന് സമീപം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് രജിസ്ട്രേഷൻ യുവജനകാര്യ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും. SSLC+2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയവർക്കും സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് അംഗങ്ങൾക്കും സനീഷ് കുമാർ ജോസഫ് MLA ഉപഹാരം നൽകും. CBSE 10ാം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷകളിൽ ഫുൾ A1 നേടിയ പ്രതിഭകളെ പറപ്പുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ആദരിക്കും. മികച്ച കർഷകനുള്ള പുരസ്കാരം കൃഷി ഓഫീസർ MR അനീറ്റ സമ്മാനിക്കും. സഹകരണ സംഘത്തിൽ ആരംഭിക്കുന്ന സ്വർണ്ണ പണയ വായ്പയുടെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ P രാമചന്ദ്രൻ നിർവഹിക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും നടക്കും. വാർത്താ സമ്മേളനത്തിൽ R നാരായണൻകുട്ടി, PK പ്രസാദ്, CM ചന്ദ്രൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ യുവജന വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർവഹിക്കുന്നു. അതിനൊപ്പം തന്നെ മുൻകാലങ്ങൾ നമ്മൾ ചെയ്ത പോലെ പ്രതിഭകളെ ആദരിക്കുന്നുണ്ട്. SSLC+2 A+ നേടിയ വിദ്യാർത്ഥികളെ, ഒപ്പം തന്നെ പഞ്ചായത്തിലെ നല്ല കർഷകനെ ആദരിക്കുന്നുണ്ട്. ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫാണ് നിർവഹിക്കുന്നത്. പറപ്പുകര പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് R 1398 12ാമത്തെ ഞാറ്റുവേല കാർഷികോത്സവമാണ് ജൂലൈ 17-18 തീയതികളിൽ നെല്ലായി ബാങ്കിന് സമീപമുള്ള പ്രദേശത്ത് വെച്ച് നടത്തുന്നത്. കൊടകര അഴകം യുവജന സംഘം വായനശാലയിൽ വായനപക്ഷാചരണം സമാപനവും IV ദാസ് അനുസ്മരണവും SSLC+2 പരീക്ഷകളിൽ വിജയികൾക്കും കലാകായിക പ്രതിഭകൾക്കുമുള്ള അവാർഡ് വിതരണവും നടത്തി. വായനശാല പ്രസിഡന്റ് K ബാബുരാജിന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന സമ്മേളനം
എഴുത്തുകാരൻ ഇ ഡി ഡേവിസ് ഉദ്ഘാടനം ചെയ്ത് ഐ വി ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികൾക്കും കലാകായിക പ്രതിഭകൾക്കും അവാർഡ് വിതരണം ചെയ്തു. പരിപാടിയിൽ വായനശാല സെക്രട്ടറി പി എം സുനിൽകുമാർ സ്വാഗതവും കമ്മിറ്റി അംഗം വി കുമാരി നന്ദിയും പറഞ്ഞു. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ സൗകര്യമുണ്ട്. ഈ പതിപ്പുകളുടെ ഈ എഡീഷന്റെ ഈ ലൈബ്രറിയുടെ സൗകര്യമുണ്ട്. ഇങ്ങനെ വായിക്കാൻ വേണ്ടി മാത്രം ഇതൊരു വായനശാല ആശ്രയിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ നാട്ടിലെ ഒരു പൊതുസ്ഥാപനമാണ് ഈ പൊതുസ്ഥാപനത്തിൽ. കല്ലേറ്റുംകരയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. കല്ലേറ്റുംകര റെയിൽവേ സ്റ്റേഷന് സമീപം ആളൊഴിഞ്ഞ പറമ്പിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ഇരിഞ്ഞാലക്കുട എക്സൈസ് CI മഹേഷ് കുമാർ എമ്മിൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 90 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KS മനോജ്, എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ TK സന്തോഷ്, സീനിയർ എക്സൈസ് ഓഫീസർ MR ഉണ്ണികൃഷ്ണൻ, ഡ്രൈവർ വിൽസൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. കണ്ടെത്തിയ കഞ്ചാവ് ചെടി എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. നമ്മൾ ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മളുടെ സർവൈലൻസിലാണ്. അപ്പോൾ അങ്ങനെ പരിശോധന നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ പരിശോധന നടത്തിയതിലാണ് ഈ പറഞ്ഞ രീതിയിൽ ആളില്ലാത്ത നിലയിൽ ഇവിടെ മതിലിനോട് ചേർന്നായിട്ട് ഒരു 90 സെൻറ്റിമീറ്ററോളം നീളമുള്ള ഒരു കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. അപ്പോൾ ഇവിടെ ആൾക്കാർ വന്ന് കൂടുന്നുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പരിശോധന നടത്തിയത്. അപ്പോൾ ഇപ്പോൾ ഇത് ആരുടെയാണെന്ന് കൃത്യമായിട്ടുള്ള അറിവ് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ്. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. അങ്കണവാടികളിൽ ഭക്ഷ്യ കമ്മീഷന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശന്റെ നേതൃത്വത്തിൽ ICDS ചാവക്കാട് അഡീഷണൽ പ്രോജക്റ്റിലെ അങ്കണവാടി വർക്കർമാർക്കും ICDS ചൊവ്വന്നൂർ അഡീഷണൽ പ്രോജക്റ്റിലെ അങ്കണവാടി വർക്കർമാർക്കും 2013 ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സമൂഹത്തിലെ ദുർബലരായ ജനവിഭാഗത്തിന് പോഷകാഹാരം കൃത്യമായ അളവിൽ വിതരണം ചെയ്യുന്നു എന്ന് ഉറപ്പാക്കണമെന്നും കുട്ടികളുടെയും സ്ത്രീകളുടെയും പോഷകക്കുറവ് ഒഴിവാക്കാനുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം ഉണ്ടാകണമെന്നും ഭക്ഷ്യ കമ്മീഷൻ അംഗം നിർദ്ദേശിച്ചു. അങ്കണവാടികൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും ശുചിമുറികളിലും പരിസരങ്ങളിലും അടക്കം ശുചിത്വം നിർബന്ധമായും പാലിക്കണമെന്നും ഭക്ഷ്യ കമ്മീഷൻ അംഗം പറഞ്ഞു. കുട്ടികളിൽ പോഷകക്കുറവ് തടയുന്നതിന് അമൃതം ന്യൂട്രി മിക്സിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണമെന്നും ഗൃഹസന്ദർശന വേളകളിൽ അമൃതം ന്യൂട്രി മിക്സിൻ്റെ പാചക സാധ്യതകളെക്കുറിച്ച് രക്ഷാകർത്താക്കളെ ബോധവൽക്കരിക്കണമെന്നും അറിയിച്ചു. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ ചുമതലകളുടെ വ്യാപ്തിയും അതുവഴി 2013 ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ ശരിയായ നടത്തിപ്പിന് ഇത് എത്തരത്തിൽ വഴിയൊരുക്കുമെന്നും ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ വിശദീകരിച്ചു. ബോധവൽക്കരണ ക്ലാസ്സിൽ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർമാരായ A റോഷ്നി, ജയശ്രീ, സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ ER ലിനി, ICDS സൂപ്പർവൈസർമാർ, അങ്കണവാടി വർക്കർമാർ എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത അതിജീവിതയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പുലൂറ്റ് ചാപ്പാർ സ്വദേശി വൈറ്റിലക്കാരൻ പറമ്പിൽ വീട്ടിൽ 36 വയസ്സുള്ള വിനീത് എന്നയാളെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സൗമ്യ, അതുൽ മോഹൻ, റാഫത്ത്, ASI ബെനീഷ്, GSCPO ഷമീർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. അന്നമനട പുളിക്കക്കടവ് പാലത്തിനു സമീപം പുഴയിൽ അജ്ഞാതനായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. പുഴയിലൂടെ ഒഴുകി നടന്ന മൃതദേഹം കണ്ട നാട്ടുകാർ ഉടൻ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി മൃതദേഹം കരയ്ക്കടുപ്പിച്ചു. മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇന്നത്തെ സ്വർണ്ണവില.
ഏതൊക്കെയോ ചുണ്ടുകളിൽ തിരഞ്ഞു ഞാൻ നിൻ സ്വരം നിലാവിനെ വെല്ലും ചാരുതയാൽ നിറഞ്ഞു നീപ്പൂ സ്വർണ്ണശോഭയിൽ നിൻമുഖം മാത്രം നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലിയക്കര മേൽപ്പാലത്തിന് താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പറപ്പുകര സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 12ാമത് ഞാറ്റുവേല കാർഷിക മഹോത്സവം ജൂലൈ 17, 18 തീയതികളിൽ നെല്ലായി സെന്ററിലെ സംഘം ഓഫീസിനു സമീപം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാലയിൽ വായനപക്ഷാചരണം സമാപനവും IV ദാസ് അനുസ്മരണവും SSLC +2 പരീക്ഷകളിൽ വിജയികൾക്കും കലാകായിക പ്രതിഭകൾക്കുമുള്ള അവാർഡ് വിതരണവും നടത്തി. കലേറ്റുംകരയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. അങ്കണവാടികളിൽ ഭക്ഷ്യ കമ്മീഷന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.